ഹായ് മക്കളെ, A+ ട്യൂഷൻ സെൻ്ററിൻ്റെ മറ്റൊരു മാത്സ് ക്ലാസ്സിലേക്ക് എല്ലാ പ്രിയപ്പെട്ട കുട്ടികൾക്കും സ്വാഗതം. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് 10ാം ക്ലാസ്സിലെ രണ്ടാമത്തെ ചാപ്റ്ററായ സർക്കിൾസ് ആൻഡ് ആംഗിൾസ്, വൃത്തങ്ങളും കോണുകളും എന്ന പാഠഭാഗത്തെ വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു ക്വസ്റ്റ്യനാണ്. എക്സാമിന് ക്വസ്റ്റ്യൻ വരാൻ സാധ്യതയുള്ള ഒരു ഭാഗമാണ്. അപ്പോൾ അതുകൊണ്ട് എല്ലാ കുട്ടികളും വളരെ ശ്രദ്ധയോടെ ആ ക്വസ്റ്റ്യൻ ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ ഒരു സർക്കിൾ തന്നിട്ടുണ്ട്, ഒരു വൃത്തം തന്നിട്ടുണ്ട്. അതിൽ ഒരു ആംഗിൾ മാർക്ക് ചെയ്ത് തന്നിട്ടുണ്ട്. എന്തൊക്കെയാണ് തന്നിട്ടുള്ളത്? ഇൻ ദി ഫിഗർ AD ഈസ് ദി ഡയമീറ്റർ ഓഫ് ദി സർക്കിൾ. ചിത്രത്തിൽ AD എന്ന് പറയുന്നത് വൃത്തത്തിൻ്റെ വ്യാസമാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ചിത്രത്തിൽ AD എന്ന് പറയുന്നത് വൃത്തത്തിൻ്റെ ഡയമീറ്റർ ആണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ എന്ത് പറഞ്ഞിട്ടുണ്ട്? ലെങ്ത് ഓഫ് ദി കോഡ്സ് AB ആൻഡ് BC ആർ ഈക്വൽ. ABയും BCയും ഈക്വൽ ആണ് എന്നും കൂടി പറഞ്ഞിട്ടുണ്ട്. AB ഈസ് ഈക്വൽ ടു BC. ഈ രണ്ട് ഞാണുകളുടെയും നീളം തുല്യമാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഒരു ആംഗിളും കൂടി ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ആംഗിൾ CAD ഈസ് ഈക്വൽ ടു 20 ഡിഗ്രി. CAD എന്ന് പറയുന്ന കോണ് 20 ഡിഗ്രിയാണ് എന്നും കൂടി പറഞ്ഞിട്ടുണ്ട്. ഫൈൻഡ് ദ മെഷർ ഓഫ് ADC. നമുക്ക് ADC കണ്ടുപിടിക്കണം, അതേപോലെ BADയും കണ്ടുപിടിക്കണം. അപ്പോൾ എങ്ങനെയാണ് ഇത് ചെയ്യുക? ക്വസ്റ്റ്യൻ കൃത്യമായിട്ട് ശ്രദ്ധിക്കുക. തന്നിരിക്കുന്ന കോണ്, അതായത് CAD എന്ന് പറയുന്ന കോണ് ചിത്രത്തിൽ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി ആദ്യം ചെയ്യേണ്ടത് ഏത് ആംഗിളാണോ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ആ ആംഗിള് ക്വസ്റ്റ്യനിലൊന്ന് കൃത്യമായിട്ട് ഞാൻ മാർക്ക് ചെയ്യാൻ വേണ്ടി പോന്നു. ഓക്കെ മക്കളെ, വളരെ സിമ്പിളാണ്. പക്ഷെ പല കുട്ടികളും ഇതുപോലുള്ള ക്വസ്റ്റ്യൻസ് വളരെ ബുദ്ധിമുട്ടാണ് എന്ന് വിചാരിച്ചിട്ട് സ്കിപ്പ് ചെയ്ത് പോവുകയാണ് ചെയ്യാറുള്ളത്. കുറച്ചും കൂടി ശ്രദ്ധിച്ചാൽ ഫുൾ മാർക്ക് ഈ ഭാഗത്തു നിന്നും സ്കോർ ചെയ്യാൻ വേണ്ടി നിങ്ങൾക്ക് പറ്റും. ഓക്കെ, അപ്പോൾ എന്ത് തന്നിട്ടുണ്ട്? CAD നമുക്ക് CAD എന്ന് പറയുന്ന ആംഗിൾ നമുക്ക് തന്നിട്ടുണ്ട്. ADC ആണ് കണ്ടുപിടിക്കേണ്ടത്. ഇതാ ഈ ഒരു ആംഗിളാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ അത് ഒറ്റയടിക്ക് നമുക്ക് CAD എന്ന് പറയുന്ന ആംഗിള് തന്നിട്ടുണ്ട്. നമ്മളോട് കണ്ടുപിടിക്കാൻ വേണ്ടി ചോദിച്ചിട്ടുള്ളത് ADC ആണ് കണ്ടുപിടിക്കാൻ വേണ്ടി ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഡയറക്റ്റ് നമുക്കിവിടെ ADC കണ്ടുപിടിക്കാൻ പറ്റില്ല. അപ്പോൾ അതിന് മുമ്പായിട്ട് നോക്കാം. നമുക്കറിയും ഇതൊരു ഡയമീറ്റർ ആണ്. അങ്ങനെ വന്നാൽ ഇവിടെയുള്ള ആംഗിള് എത്ര ഡിഗ്രി ആയിരിക്കും? 90 ഡിഗ്രി ആയിരിക്കും. ആംഗിൾ ഇൻ എ സെമി സർക്കിൾ ഈസ് 90 ഡിഗ്രി. അർദ്ധവൃത്തത്തിലെ കോണ് 90 ഡിഗ്രിയാണ് എന്ന് നിങ്ങൾക്ക് അറിയും. അങ്ങനെയാണെങ്കിൽ ACD എന്ന് പറയുന്ന ആംഗിള്, ACD എന്ന് പറയുന്ന കോണ് എത്ര ഡിഗ്രിയാണ് വരിക? ACD എന്ന് പറയുന്ന കോണ് 90 ഡിഗ്രിയാണ് കിട്ടുക. ക്ലിയർ ആണല്ലോ? ഓക്കെ, ഇനി ACD എന്ന് പറയുന്ന ത്രികോണം, ACD എന്ന് പറയുന്ന ട്രയാങ്കിള് ഒരു മട്ടത്രികോണമാണ്, ഒരു റൈറ്റ് ട്രയാങ്കിളാണ്. അപ്പോൾ അതിൻ്റെ രണ്ട് ആംഗിളുകൾ തന്നിട്ടുണ്ട്. 20 ഡിഗ്രി തന്നിട്ടുണ്ട്, 90 ഡിഗ്രി നമ്മളിപ്പോൾ കണ്ടുപിടിച്ചു. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ മൂന്നാമത്തെ ആംഗിളാണ് നമ്മുടെ ADC. അപ്പോൾ ADC എത്രയാണ് കിട്ടുക? ADC ആംഗിൾ ADC ഇസ് ഈക്വൽ ടു നമുക്ക് എത്ര കിട്ടും? 70 ഡിഗ്രിയാണ് എന്ന് കിട്ടുന്നു. ഫസ്റ്റ് ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് ആയി. ഓക്കെ, ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താണ് BAD എന്ന് പറയുന്ന ആംഗിൾ. അപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ ഏതാണ് BAD എന്ന് പറയുന്ന ആംഗിൾ എന്ന് മാർക്ക് ചെയ്ത് നോക്കാം. ഇതാണ് BAD എന്ന് പറയുന്ന ആംഗിൾ. BAD നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? ഇവിടെ CAD തന്നിട്ടുണ്ട് 20 ഡിഗ്രി. ഇനി നമുക്ക് ഈ BACയും കൂടി കിട്ടിയാൽ മൊത്തം BACയും CADയും കൂട്ടിക്കഴിഞ്ഞാൽ മൊത്തം ആംഗിളാണ് നമ്മുടെ BAD എന്ന് പറയുന്നത്. അപ്പോൾ അത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് കൃത്യമായിട്ട് ആ ചിത്രം നോക്കാം. ആ ചിത്രം നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് മനസ്സിലാവും അതിൽ ADCB എന്ന് പറയുന്ന ക്വാഡ്രിലാറ്ററൽ, ADCB എന്ന് പറയുന്ന ചതുർഭുജം ഒരു ചക്രീയ ചതുർഭുജമാണ്, ഒരു സൈക്ലിക് ക്വാഡ്രിലാറ്ററലാണ്. എന്താണ് സൈക്ലിക് ക്വാഡ്രിലാറ്ററിൻ്റെ പ്രത്യേകത? സം ഓഫ് ഇറ്റ്സ് ഓപ്പോസിറ്റ് ആംഗിൾ ഈസ് 180 ഡിഗ്രി. ചക്രീയ ചതുർഭുജത്തിൻ്റെ എതിർക്കോണുകളുടെ തുക 180 ഡിഗ്രിയാണ്. ഓക്കെ, അപ്പോൾ ഇതിൽ ഡിയും ബിയുമാണ് ഓപ്പോസിറ്റായി വരുന്ന ആംഗിൾ. ഡിയും ബിയുമാണ് ഓപ്പോസിറ്റ് വരുന്ന ആംഗിള്. അങ്ങനെയാണെങ്കിൽ ഡിയും ബിയും തമ്മിൽ കൂട്ടിക്കഴിഞ്ഞാൽ എത്ര കിട്ടുക? ഡിയും ബിയും തമ്മിൽ കൂട്ടിക്കഴിഞ്ഞാൽ ആംഗിൾ ഡി പ്ലസ് ആംഗിൾ ബി ഈസ് ഈക്വൽ ടു 180 ഡിഗ്രിയാണ് കിട്ടുക. അതിൽ ഡി എന്ന ആംഗിൾ ADC എന്ന് പറയുന്ന ആംഗിൾ നമുക്ക് ഓൾറെഡി കിട്ടിയിട്ടുണ്ട്, 70 ഡിഗ്രിയാണെന്ന് കിട്ടിയിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ബി എന്ന ആംഗിൾ അല്ലെങ്കിൽ
എ ബി സി എന്ന് പറയുന്ന ആംഗിള് നമുക്ക് എത്രയാണ് കിട്ടുക? 110 ഡിഗ്രിയാണ്, 110 ഡിഗ്രിയാണ് എന്ന് കിട്ടുന്നു. ഓക്കെ, ഇനി ആ എ ബി സി എന്ന് പറയുന്ന ട്രയാങ്കിൾ ഒന്ന് ശ്രദ്ധിക്കാം മക്കളെ, ശ്രദ്ധിക്കാം. ഇതിൽ എ ബി സി എന്ന് പറയുന്ന ട്രയാങ്കിള് ക്വസ്റ്റ്യനിൽ ഓൾറെഡി തന്നിട്ടുണ്ട്. എ ബി സമം ബി സി, എ ബി ബി സി ഇവ തുല്യമാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ അവിടെയുള്ള എ ബി സി എന്ന് പറയുന്ന ട്രയാങ്കിള് ഐസോസെലസ് ട്രയാങ്കിൾ ആയിരിക്കും, സമപാർശ്വ ത്രികോണമായിരിക്കും. അത് ഞാൻ ഒന്നുകൂടി വരക്കാം. ആ ചിത്രത്തിൽ ഇങ്ങനൊരു ട്രയാങ്കിൾ ഉണ്ട്, ചിത്രത്തിൽ ഇങ്ങനൊരു ട്രയാങ്കിൾ ഉണ്ട്. എ ബി സി എന്ന് പറയുന്നൊരു ട്രയാങ്കിൾ ഉണ്ട്, എ ബി സി. അതിൽ നമുക്ക് ബി എന്ന ആംഗിൾ നമുക്ക് എത്ര കിട്ടിയിട്ടുണ്ട്? 110 ആണ് എന്ന് കിട്ടിയിട്ടുണ്ട്. എ ബി ഈക്വൽ ടു ബി സി എന്ന് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. എ ബി ഇസ് ഈക്വൽ ടു ബി സി. അങ്ങനെയാണെങ്കിൽ ഈ ട്രയാങ്കിൾ ഒരു ഐസോസെലസ് ട്രയാങ്കിൾ ആണ്, സമപാർശ്വ ത്രികോണമാണ്. എന്താണ് ഐസോസെലസ് ട്രയാങ്കിളിന്റെ പ്രത്യേകത? 2 sides are equal, angles opposite to equal sides also equal. തുല്യമായ വശങ്ങൾക്ക് എതിരെയുള്ള കോണുകളും തുല്യമാണ്. അങ്ങനെയാണെങ്കിൽ ഈ എ എന്ന കോണും ഈ സി എന്ന കോണും, ഈ രണ്ട് ആംഗിൾസ് എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. നമുക്കറിയാം ഒരു ട്രയാങ്കിളിൻ്റെ 3 ആംഗിളും കൂട്ടിയാൽ 180 ഡിഗ്രിയാണ്. അപ്പോൾ ഈ 3 ആംഗിളും കൂടി കൂട്ടി എത്ര കിട്ടുക? 180 കിട്ടും. അതിൽ ബി എന്ന ആംഗിൾ 110 ആണ്. അപ്പോൾ ബാക്കി 2 ആംഗിൾസും കൂടി കൂട്ടിയാൽ എത്ര കിട്ടുക? 70 ഡിഗ്രിയാണ് കിട്ടുക. ഓക്കെ, 70 ഡിഗ്രിയാണ് കിട്ടുക. ആ 2 ആംഗിളും ഈക്വൽ ആയതുകൊണ്ട് ഓരോ ആംഗിളും നമുക്ക് എത്രയാണ് കിട്ടുക? 35 ഡിഗ്രി എന്നാണ് കിട്ടുക. 35 ഡിഗ്രിയാണ് എന്ന് കിട്ടും. അങ്ങനെ നമുക്ക് ഈ ആംഗിള് 35 ഡിഗ്രി എന്ന് കിട്ടുന്നു. അതായത് ബി എ സി എന്ന് പറയുന്ന ആംഗിള്, ബി എ സി എന്ന് പറയുന്ന ആംഗിള്, ആംഗിൾ ബി എ സി ഈക്വൽ ടു, ആംഗിൾ ബി എ സി ഈക്വൽ ടു 35 ഡിഗ്രി എന്നാണ് കിട്ടുന്നുള്ളത്. ആംഗിൾ ബി എ സി ഈക്വൽ ടു 35 ഡിഗ്രി എന്ന് കിട്ടുന്നു. നേരത്തെ ഓൾറെഡി ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് ആംഗിൾ സി എ ഡി ഇസ് ഈക്വൽ ടു 20 ഡിഗ്രിയാണ് എന്നും കൂടി പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ള ബി എ ഡി എന്ന് പറയുന്ന ആംഗിള് ഈ 2 ആംഗിളിൻ്റെയും സമ്മാണ്. അതായത് 35 + 20 ഈസ് ഈക്വൽ ടു 35 + 20 ആംഗിൾ ബി എ ഡി ഈസ് ഈക്വൽ ടു 35 + 20 ഈസ് ഈക്വൽ ടു 55 ഡിഗ്രി എന്നാണ് ആൻസർ കിട്ടുക. 55 ഡിഗ്രി എന്നാണ് ആൻസർ കിട്ടുക. ഓക്കെ, അപ്പോൾ നമ്മുടെ ആദ്യത്തെ ഉത്തരം എ ഡി സി നമുക്ക് 70 ഡിഗ്രി കിട്ടുന്നു, ബി എ ഡി സി ഈക്വൽ ടു 55 ഡിഗ്രി എന്ന് കിട്ടുന്നു. ഇങ്ങനെയാണ് ഇതിൻ്റെ ആൻസർ കിട്ടുക. പരീക്ഷയ്ക്ക് ഒരു 3 മാർക്കിനൊക്കെ ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യനാണ്. കൃത്യമായിട്ട് ചെയ്ത് നോക്കാം, നന്നായിട്ട് പഠിക്കാം.